സതീശൻ മാപ്രകൾക്ക് കുപ്പിയും കോഴിക്കാലും കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കേണ്ടതിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്ത് അത് തെറ്റിച്ചാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഏതൊരു വ്യക്തിക്കും ദേഷ്യം വരും. കാര്യം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് രാത്രി പിരിഞ്ഞതാണ്. പിറ്റേന്ന് രാവിലെ അതല്ല വന്നത്, വേറെ ഏതോ ഒരുത്തം കയറിയിരുന്ന് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിനെ മൊത്തം കുളമാക്കി പുതിയ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? സ്വാഭാവികമായിട്ടും പൈസ മുടക്കണവന് വേദന വരുകയില്ലേ? വേദന വരുമെന്ന് എങ്ങനെ? ദേ ഇങ്ങനെ. എത്ര കൊല്ലം ഈ രാജീവ് ചന്ദ്രശേഖർ ഈ BJP ചേർന്നിട്ട് നിങ്ങൾക്കറിയാം എത്ര കൊല്ലമായിരുന്നു? അദ്ദേഹം ആദ്യം MP ആയത് എങ്ങനെയാണ്, രണ്ടാമത് MP ആയത് എങ്ങനെയാണ്? നിങ്ങൾ ആരും അന്വേഷിച്ചില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? നിങ്ങളൊരു അന്തിച്ചർച്ച വെച്ചില്ലല്ലോ, രാത്രി ചർച്ച ഒന്നും വെച്ചില്ലല്ലോ. ഞാൻ അന്തിച്ചർച്ച കളിയാക്കി പറഞ്ഞല്ലോ, ഞാൻ പോരുന്ന ആളാണ്. രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളതൊക്കെ ആയിരുന്നു ചർച്ചയ്ക്കൊക്കെ ആയിരുന്നു? ഇവിടെ 30-40 കൊല്ലമായിട്ട് വെള്ളം കോരിയും വിറക് വെട്ടിയും നടക്കുന്ന BJP നേതാക്കന്മാരുണ്ടല്ലോ, അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാൾ BJP ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ? അവിടെ ഒരു മലയാളിയാണോ അദ്ദേഹം തന്നെ പറയുന്നത്? അതേ ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ BJPയുടെ? ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ? 5 കൊല്ലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ, മലയാളി ആയിരുന്നല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും സഹായം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല. എന്നിട്ട് 1977 സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന 78 സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന സണ്ണി ജോസഫ് കേസിന് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, DCC പ്രസിഡന്റായ, 3ാമത്തെ ടൈം MLA, ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ, ഞങ്ങളുടെ ഏറ്റവും സീനിയർ നേതാവ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ആദ്യമായിട്ട് മലയോരത്തു നിന്ന് വന്ന ഒരാളെ KPCCയുടെ പ്രസിഡന്റ് ആക്കിയെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അതിന്റെ 50 കൊല്ലത്തിലെ അധികം 50-55 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ KPCC പ്രസിഡന്റ് ആയപ്പോ അതിനെ ചെറുതാക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആ ചോദ്യം BJPയോട് ചോദിക്കുക, ഞങ്ങളോട് ചോദിക്കില്ല. ആ പ്രതികരണത്തിലും കുടുംബക്കാരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം എങ്ങനെ ചോദിച്ചാ, അങ്ങനെ എഴുതിയ ബൂത്ത് പ്രസിഡന്റ് ആയ ഞങ്ങളുടെ സണ്ണിച്ചായ വേറെ ലെവലാണ്. അത് നിങ്ങൾ അങ്ങനെ പൊലിപ്പിച്ചെഴുതണ്ടേ? കാര്യം രാജീവ് ചന്ദ്രശേഖരൻ കൂടുതൽ പൈസ കൊടുക്കുമ്പോൾ മുതലാളിയോടായിരിക്കും സ്വാഭാവികമായിട്ടും മാപ്രകൾക്ക് കൂറ്. അതിൽ നിന്ന് സതീശൻ കൊടുക്കുന്നത് കുറച്ച് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കട്ടി കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അട്ടി ശകലം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ ആത്മാർത്ഥത കുറഞ്ഞു വരും. അതിൽ കുറഞ്ഞതിൻ്റെ പരിഭവമാണ് ഈ കേൾപ്പിച്ചത്. നിങ്ങൾ കരുതും മാധ്യമങ്ങളോട് എന്തോ സതീശനങ്ങ് പൊട്ടിത്തെറിച്ചു വന്ന്. ഇതൊക്കെ ഒരുതരം നാടകമല്ലേ? കൃത്യം 11 മണിക്ക് അവരുടെ വാർത്താ കച്ചവടത്തിൻ്റെ ഒരു മുഖ്യ കഥാപാത്രമാണ്, പ്രത്യേകിച്ച് മനോരമ, രാത്രി പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ കൂട്ടുകച്ചവടവും ഗൂഢാലോചനയും നടത്തി പിറ്റേന്ന് രാവിലെ പത്രത്തിൽ വരും. അതൊരു 11 മണി കഥാപാത്രമായി വന്ന് ഒന്ന് വീഡിയോ ആക്കി മാറ്റിത്തരണം. ഞങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റിനെ അതേപടി മനോരമയുടെ കോലിൻ്റെ മുന്നിൽ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി എതിർ ചോദ്യമില്ലാതെ അതങ്ങ് പറഞ്ഞ് സമർത്ഥിച്ചു കൊടുക്കുകയാണ്. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടം? ആ കച്ചവടത്തിലാണ് അവരുടെ പുതിയ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന് വേണ്ടത്ര മൈലേജ് എഴുതി കൊടുത്തില്ലത്രേ. അതിൻ്റെ പരിഭവമാണ്. നിങ്ങൾ വാങ്ങിച്ച പണത്തിന് പണിയെടുക്കണ്ടേ? ആ പണിയെടുത്തില്ല എന്നുള്ള പരിഭവമാണ് ഈ രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ കരുതും മാധ്യമങ്ങൾ എന്തോ സതീശൻ വിമർശിക്കുന്നതാണ്. ഇതൊക്കെ ഒരുതരം നാടകമാണ്. പൈസ മുടക്കിയതിന് വേണ്ടത്ര ഗുണം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ചെറിയ കലഹിപ്പ്, ഇതിനപ്പുറത്തേക്ക് എല്ലാം പറഞ്ഞ് കോംപ്രമൈസാക്കി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം എന്ന നിലയ്ക്കാണ് പറഞ്ഞു നിർത്തി കടന്നു പോകുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരുതരം നാടകമല്ലേ? ഇതിനേക്കാൾ എത്ര നാറിയ നാടകങ്ങൾ സതീശൻ കളിച്ചിരിക്കുന്നു. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ വരാനുള്ള അതേ തൊലിക്കട്ടിയെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഈ വാചകങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പരസ്യ പരിഭവം പറച്ചിൽ മാത്രമാണെന്ന് കരുതുക.